സോറി അച്ഛാ. മറവി ഇപ്പൊ എനിക്കൊരു ശാപമായി മാറിയിരിക്കുക. അനാഥനായ എന്നെ കുടുംബ ബന്ധത്തിന്റെ മഹത്വം എന്തെന്ന് പഠിപ്പിച്ചവരാണ് അച്ഛനും അമ്മയും മന്ത്രിച്ചേച്ചിയൊക്കെ. അവര് പറയുന്നത് വരെ മറന്നുകൊണ്ടുള്ളൊരു ബിസിനസ്, അത് നിർത്തിയാലെന്ന് വരെ ഞാൻ ആലോചിക്കുമോ? എന്താ മോനെ നീ അങ്ങനെയൊക്കെ പറയുന്നേ? ബിസിനസ് തുടരുവോളം കാലം എന്റെ മറവി രോഗവും തുടരും. നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്നേഹവും സന്തോഷമൊക്കെ അനുഭവിച്ച് ജീവിക്കണമെങ്കിൽ ഈ ബിസിനസ് നിർത്തുക തന്നെ വേണം. അങ്ങനെ മണ്ടത്തരമൊന്നും ചിന്തിക്കാതെ ബിസിനസിന്റെ വഴിക്ക് തന്നെ പോട്ടെ, കുടുംബത്തിന്റെ വഴിക്ക്. അങ്ങനെ ആവട്ടെ. അച്ഛൻ എന്ത് പറയുന്നു അതാണ് എന്റെ തീരുമാനം. ആ അല്ല, വന്ദന ചേച്ചിക്ക് ബോറടിച്ചോ? ഇല്ല, ഒരു ഫോൺ കോളിന്റെ കാര്യം പറയാൻ മറന്നുപോയതേ ഉള്ളൂ. അതിനുവേണ്ടി വിക്രം കോടികളുടെ ബിസിനസ് തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നു. ഞാൻ വിക്രമിന്റെ മഹാമനസ്കതയെ കുറിച്ചൊന്ന് ഓർത്തുപോയതാ. അയ്യോ, വീണ്ടും ഒരു കാര്യം മറന്നു. അച്ഛനും ചേച്ചിയും വന്നിട്ട് എത്ര നേരമായി? നീ ഒരു ചായ എടുത്തോ? പക്ഷേ വേണ്ട, പോയി ചായ എടുത്തിട്ടോ. ശരി. അച്ഛാ, ഞാൻ അവളെ ഒന്ന് സഹായിച്ചിട്ട് വരാം. ആ ശരി മോളെ. ആ അച്ഛൻ ഫോൺ വിളിച്ച കാര്യം വിക്രം നിന്നോട് പറയാതിരുന്നത് മറന്നു പോയിട്ടൊന്നുമല്ല, മനഃപൂർവ്വം പറയാതിരുന്നതാ. നമ്മുടെ കുടുംബമായിട്ട് നിനക്ക് യാതൊരു കണക്ഷനും പാടില്ല. കാരണം വിക്രം അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാ ഞങ്ങളുമായി നല്ല സൗഹൃദത്തിലാണെന്ന് അയാൾക്ക് നിന്നെ ബോധ്യപ്പെടുത്തുകയും വേണം. ആ ഉദ്ദേശത്തോടെ വിക്രം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. അതൊക്കെ ചേച്ചിയുടെ തെറ്റിദ്ധാരണയാ. ബിസിനസിന്റെ തിരക്കും തലവേദനയും ചേച്ചിക്കറിയില്ലല്ലോ, പക്ഷെ എനിക്കറിയാം. ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും ചില നേരത്ത് സമയം കിട്ടാറില്ല. പിന്നെയാണോ ഒരു ഫോൺ കോളിന്റെ കാര്യം? അതന്ന് മറന്നുപോയത് തന്നെയാ ചേച്ചി. ശരി, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. പിന്നെ നിനക്കിവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വിക്രമിന്റെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലൊക്കെ നല്ല മാറ്റങ്ങൾ കാണുന്നുണ്ട് അല്ലേ? അതെ, ഏട്ടൻ എനിക്ക് അർഹിക്കുന്നതിലധികം സ്നേഹം തരുന്നുണ്ട്. എന്നെ താഴെ വെക്കാതെയാ നോക്കുന്നത്. എല്ലാവർക്കും ഒരു ഉപകാരിയും നല്ലൊരു മനുഷ്യസ്നേഹിയും ആയിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ആരെയും നോവിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എനിക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ബിസിനസ്സേ ഇല്ല. ഇനി നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭാര്യയെ കൊണ്ട് അത് കച്ചവടം നടത്തിക്കാനുള്ള മനസ്സ് എനിക്കുണ്ടാവൂ? ഈ നിൽക്കുന്ന വർഷം എനിക്ക് ജീവനാണ്. ശ്യാമിന്റെ വീട്ടിൽ ചെന്ന് വിക്രം കാണിച്ച ക്രൂരതകളൊന്നും ഇപ്പൊ ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവള് വിശ്വസിക്കില്ല. ദുഃഖങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ കഴിയട്ടെ വർഷം. ചേച്ചി എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല മോളെ. അയ്യോ, ഞാൻ മറന്നു. ഞാൻ ചായ ഇടാം. അച്ഛന് ചായ കൊടുക്കണ്ടേ? ചേച്ചി അതിനിടയ്ക്ക് ഈ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണും. എന്തു പറയാനല്ലേ? പക്ഷേ മോളെ, പക്ഷേ നിനക്കെന്തെങ്കിലും പറ്റിയോ? ഓക്കെ ആണോ? ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. മോളെ, അച്ഛന് ചായ കൊടുത്തില്ല. പക്ഷേ ചായയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അച്ഛന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നീ പോയി റെസ്റ്റ് എടുത്താൽ മതി. ചെല്. അച്ഛാ, ഞാനിപ്പോ വരാം. ഇവിടെ റൂമിലാക്കിട്ട് വരാം. ശരി ശരി. അച്ഛാ, അച്ഛനിരിക്കാം. ചെല്ല്.
ഒരു ചായ കയ്യിൽ നിന്ന് വീണതേ ഉള്ളൂ. അവന്റെ സ്നേഹം കണ്ടില്ലേ? വിക്രം അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്റെ മോള് ഭാഗ്യവതിയാ. മോളോട് ഇവിടെ വരാനാണോ ജഗൻ പറഞ്ഞത്? അതെ അച്ഛാ, ജഗൻ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് ഇവിടേക്ക് വരാനാ പറഞ്ഞത്. ജഗനെ കാണുന്നില്ലല്ലോ. എന്തായിരിക്കും ജഗനോട് പറയാനുള്ളത്? അത് മിക്കവാറും ആ പ്രോപ്പർട്ടിയുടെ പ്രമാണത്തെക്കുറിച്ചാവും. അതായിരിക്കും. അച്ഛാ, ദേ ജഗൻ. ജഗൻ, ജഗ. വന്ദന ഒറ്റയ്ക്ക് വരുമെന്ന് കരുതിയപ്പോ അച്ഛനെയും കൊണ്ടാണല്ലോ വരവ്. ഇനിയിപ്പോ വന്ദനോട് ഞാൻ കാര്യങ്ങൾ എങ്ങനെ തുറന്നു പറയും? എങ്ങനെ ഇതിൽ നിന്നും തടി തപ്പും? ജഗൻ നേരത്തെ എത്തിയോ? ജഗൻ എന്തോ അത്യാവശ്യ കാര്യം വന്ദനോട് പറയാനുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോ? എന്താ മോനെ? അച്ഛാ, അത് ഹലോ, എവിടെ? മുക്കോലക്കൽ ജംഗ്ഷനിലോ? വരാം. ഇവിടുന്ന് അവിടം വരെ എത്താനുള്ളൊരു 10 മിനിറ്റ്. ശരി. മോനെ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ഓട്ടോ ഉണ്ട്. നിങ്ങൾ സംസാരിക്കേ. മോളെ വിളിച്ചാ മതി, അച്ഛൻ വരാം. ശരി. എന്താ ജഗനോട് പറയാനുള്ളത്? എനിക്ക് ജഗനോടൊരു കാര്യം പറയാനുണ്ട്. ആദ്യം ജഗൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. വന്ദനയ്ക്ക് പറയാനുള്ളത് പറ, എന്നിട്ട് ഞാൻ പറയാം. ജഗനല്ലേ എന്തോ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? ജഗൻ പറ. അതെ, അത് ശരി തന്നെയാ. പക്ഷേ വന്ദനയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ രണ്ടാമത് പറയാമെന്ന് വെച്ചു. ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ. അത് ശരിയാ, ലേഡീസ് ഫസ്റ്റ് തന്നെയാ. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല. വീട്ടിലിരുന്ന എന്നോട് അർജന്റായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഒടുവിൽ പറയാനുള്ളയാൾ ഒന്നും പറയാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കുക. അതൊന്നും പറ്റില്ല. ജഗൻ തന്നെ കാര്യം പറയണം. പറയാം. പറയുമ്പോ വന്ദന അത് എങ്ങനെ ഉൾക്കൊള്ളൂന്നറിയില്ല. ഞാനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. അത് നീലിമയല്ലേ? ഒരിക്കലുമല്ല. ഞാനും നീലിമയും തമ്മിൽ ചേരില്ല.
നീലിമയ്ക്ക് ചേർന്ന പയ്യൻ ഞാനല്ല. നീലിമ കാണാൻ നല്ല സ്മാർട്ടാണ്. ആയിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. ഞങ്ങൾ തമ്മിൽ അത് തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. ഇനി അക്കാര്യത്തെക്കുറിച്ച് വന്ദന എന്നോട് സംസാരിക്കരുത് പ്ലീസ്. നീലിമ വരുന്നതിന് മുമ്പേ ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടിരുന്നു. അയാൾക്കതറിയാം. പക്ഷേ അറിയില്ലെന്ന് നടിക്കുന്നത്. ആണോ? എങ്കിൽ അയാളെ പിടിച്ച് മുന്നിൽ നിർത്തിയിട്ട് പറയണം ജഗന്റെ ഇഷ്ടം. പറയാം. അത് പറയാനാ ശ്രമം. അതിന്റെ മുന്നോടിയായിട്ടാ വന്ദന ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. ആണോ? വന്ദനെ പറയുന്നുണ്ടെന്നോ തോന്നരുത്. എനിക്ക് വന്ദന ഇഷ്ടമാണ്. ഇഷ്ടമെന്ന് പറഞ്ഞാൽ വെറും ഇഷ്ടമല്ല. വന്ദനയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്തൊക്കെയാ ജഗനി പറയുന്നത്? എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്നോ? ജഗൻ എന്നെക്കാളും 1-2 വയസ്സിന് ഇളയതാണ്. അതൊക്കെ എനിക്കറിയാം വന്ദന. ഇതോ ഈ താലിയുടെ പുറത്ത് മറ്റൊരു താലി കെട്ടാൻ പറ്റുമോ? പറ, ജഗനെ കൊണ്ടത് പറ്റും? വന്ദനെ, ഈ താലി ഇത് കെട്ടിയത് ഈ താലി കെട്ടിയത് ആരാണെന്ന് അറിഞ്ഞ അയാളെ ഞാൻ സ്വീകരിക്കോ എന്നല്ലേ? ഇല്ല, എന്റെ ജീവിതം നശിപ്പിച്ച ദ്രോഹിയോട് എനിക്ക് വെറുപ്പാണ്.
തീർത്ത തീരത്ത് പകയാണ് അവനോട് എനിക്ക്. ഒരു പെണ്ണിനോട് കാണിക്കാൻ പാടില്ലാത്ത ചതിയാ അവൻ എന്നോട് കാണിച്ചത്. ഒരു പെണ്ണിന്റെ കണ്ണീരിന്റെ വില എന്താണെന്ന് അവനറിയും. വന്ദന, ഈ താലി ജഗന് പ്രശ്നമില്ലാന്നല്ലേ? വേണ്ട, ഇനി മേലിൽ ഈ കാര്യം പറഞ്ഞ് ജഗൻ എന്റെ മുന്നിലേക്ക് വരരുത്. വന്ദന, അത് നീലിമ നല്ല കുട്ടിയാ, ജഗന് നന്നായിട്ട് ചേരും. നിങ്ങളൊന്ന് തുറന്ന് സംസാരിച്ച തീരാവുന്ന ചെറിയ പ്രശ്നമേ ഉള്ളൂ. വന്ദന, ആ താലി കിട്ടിയത് ആരാണെന്ന് അറിയില്ല എന്നല്ലേ പറഞ്ഞത്? ഇനി കണ്ടു കിട്ടിയാൽ തന്നെ അയാളെ ഭർത്താവായിട്ട് സ്വീകരിക്കാൻ വന്ദന തയ്യാറുമല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ താലി പൊട്ടിച്ചെറിഞ്ഞൂടെ വന്ദനയ്ക്ക്? ഞാൻ വന്ദന പറഞ്ഞതുപോലെ ഇനി മേലിൽ വന്ദനയെ ശല്യം ചെയ്യാതെ ഇരിക്കാം. പക്ഷേ എന്റെ മുന്നിൽ വെച്ച് ഈ താലി പൊട്ടിച്ചെറിയണം. ഇപ്പോ ഈ നിമിഷം അത് പൊട്ടിച്ചെറിയണം. പറ്റുന്നില്ലല്ലേ? പറ്റില്ല. കാരണം താലി പവിത്രമായ ഒന്നാണ്. ഒരു സ്ത്രീയുടെ കഴുത്തിലെ താലി അവൾക്ക് സുരക്ഷിതം നൽകുന്ന ഒന്നാ. അത് കിട്ടിയത് ആരായാലും അവൾ ദൈവത്തെ പോലെ കാണേണ്ടവനാണ്. ജീവിത അവസാനം വരെ അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തേണ്ടവനാണ്. അവർക്കുണ്ടാവുന്ന കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തേണ്ടവനാണ്. വന്ദനയ്ക്ക് ഈ താലി ഒരു ഭാരമാണെന്നറിയാം. പക്ഷേ ഈ താലി വന്ദനയുടെ കഴുത്തിൽ കിട്ടിയത് ഞാനാ. ഞാൻ നദിയോടുങ്ങും ദൂരം അലയാഴിയെ പുൽകവേ ജീവന്റെ പൊൻവീണയേതേതോ മൗനം തിരഞ്ഞെന്തിനോ മോഹങ്ങൾ മൂളുന്ന രാഗങ്ങൾ മുറിയുന്നോ പാതിയ വർഷ ജോലി തിരക്കില്ല, ഒന്നും അറിയുന്നില്ല. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും അവളെ ശ്രദ്ധിക്കുന്നുണ്ടോ? പറയാൻ പറ്റില്ല, കാലം അതാ. മുമ്പ് ഡ്രഗ് ഡീലിങ്സിന് പറഞ്ഞു വിട്ട പലവന്മാരുടെ കയ്യിലും വർഷയുടെ നമ്പറുണ്ട്. ഇപ്പൊ മൊബൈൽ നമ്പർ മതിയല്ലോ ചില തെണ്ടികൾക്ക് ഒരു പെണ്ണിന്റെ മനസ്സ് കീഴടക്കാൻ. വർഷം ഒരിക്കലും അങ്ങനെ ആവില്ല. എങ്കിലും നോക്കാം. ആ
ഈ വഴികളെല്ലാം ക്ലോസ് ചെയ്യണം.